ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ പ്രമോദ് ഭായി ട്രേഡ് എടുക്കുന്ന സമയം സോഫ്റ്റ്വെയർ കൊണ്ട് ട്രേഡ് നമുക്കൊരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ, സ്ട്രോങ് ബൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദി സ്പോട്ടിന് ഇവിടെ എന്താക്കാം, നമുക്ക് നോക്കാം ഇവിടെ എന്താ ഉള്ളത് നോക്കിയിട്ട് ഓൺ ദി സ്പോട്ട് ഞാനൊരു 1 മിനിറ്റ് ഇട്ട് നോക്കാം നമുക്കൊന്ന്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു 1 മിനിറ്റിൽ സ്ട്രോങ് ബൈ കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ? ഓക്കെ, 1 മിനിറ്റ് ആണ്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? ഹലോ, ഓക്കെ ഓക്കെ നമുക്ക് ഇവിടെ ഞാൻ ഇപ്പോൾ 1 മിനിറ്റിലാണ് ഇട്ടിട്ടുള്ളത്. 1 മിനിറ്റിൽ ഗോൾഡിന്റെ ചാർട്ടാണ്. ഇപ്പൊ ഇവിടെ മാർക്കറ്റ് ക്രാഷ് ആയി മാർക്കറ്റ് പോയി. ഇവിടെ നോക്കുന്ന സമയം ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ എന്താണ്, ബീറിഷ് തന്നെയാണ്. നമുക്ക് ഇവിടെ അടുത്തൊരു എൻട്രിക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കൊരു ഏതെങ്കിലും മാർക്കറ്റ് എൻട്രി എടുക്കുന്ന സമയം എങ്ങനെയാണെങ്കിൽ എൻട്രി എടുക്കേണ്ടതാണ് ടൂൾ വെച്ചുകൊണ്ട്. നമുക്കൊരു സ്ട്രോങ് ബൈ വരുന്ന സമയം നമുക്ക് നോക്കാം ഏതാ മാർക്കറ്റിലൊരു ബൈ ഉള്ളതെന്ന് ഫോക്കസ് ചെയ്യാം. ഒരു എൻട്രി വന്ന സമയം നമുക്ക് മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്കൊരു സ്ട്രോങ് ബൈ. ഓക്കെ, ഇതിൽ നോക്കാം. സോലാനയാണ് ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ നമുക്ക് ബൈ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്നാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് എന്താക്കാം, എൻട്രി എടുക്കാൻ പറ്റും ഈസി ആയിട്ട്. ജസ്റ്റ് ഏതെങ്കിലും ഒരു മാർക്കറ്റ് നോക്കി നോക്കാം, ഏതെങ്കിലും ഒരു. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമുക്കൊരു സ്ട്രോങ് ബൈ ആണ് ഇവിടെ മാർക്കറ്റ് തന്നിട്ടുള്ളത്. 1 മിനിറ്റിലാണ് ഇതേപോലെ ഒരു സ്ട്രോങ് ബൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചാർട്ട് നോക്കാം ഇവിടെ. ഓക്കെ, ഇവിടെ റൈസിങ് റിസ്ക് ആണ്, കുഴപ്പമില്ല. അതായത് മേലിലേക്ക് പോകുന്നത്, അതായത് റിസ്കി ആണെന്നാണ്, അതായത് ബുൾ ട്രേഡ് എടുക്കുന്നത് റിസ്കി ആണെന്നാണ് ഇവിടെ ഇപ്പോൾ ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ട്രെൻഡ് അലൈൻഡ് ആണോ എന്ന് നോക്കാം. അതായത് 1 മിനിറ്റിലും 15-15 മിനിറ്റിലും എന്താണ് ട്രെൻഡ് നോക്കാം. 1 മിനിറ്റിൽ ഇപ്പം ബുള്ളിഷ് ആണ്, 15 മിനിറ്റിൽ എന്താണെന്ന് നോക്കുക. 15 മിനിറ്റിലും ബുള്ളിഷ് ആണ്. അപ്പൊ ട്രെൻഡ് അലൈൻഡ് ആണ്, ട്രെൻഡ് എപ്പോഴും അതായത് സെയിം ട്രെൻഡിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ എന്താക്കുക, ഈ 1 മിനിറ്റിൽ ഇപ്പൊ എൻട്രി എടുക്കുമ്പോഴാണ് ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ റിസ്ക് സ്കോർ ഇപ്പൊ ഫ്ലാഗിങ് സേഫ് ആയിട്ടുണ്ട്, നോർമൽ ആണ്, നമുക്ക് എൻട്രി എടുക്കാം. ഫുള്ളി ഗ്രീൻ ആയി, ഇവിടെ ഫുൾ ഗ്രീൻ ആണെങ്കിൽ നമുക്ക് എന്താക്കാം, ധൈര്യമായിട്ട് അവിടെ ഒരു എൻട്രി ധൈര്യമായിട്ട് എടുക്കാം, ഒരു പ്രശ്നവുമില്ല. ധൈര്യമായിട്ട് നമുക്കൊരു എൻട്രി അവിടെ എന്താക്കുക, ഒരു ബൈ എൻട്രി ആണ് ഇവിടെ ഉള്ളത്, ധൈര്യമായി അവിടെ ഒരു എൻട്രി എടുക്കാം. കൺഫേം ആണ്, കൺഫേം ഉള്ള എൻട്രി ആണ്. സെല്ല് എപ്പോഴും വെക്കുന്ന സമയം ഈ ഒരു പോയിന്റ്, സെല്ല് എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട, എപ്പോഴും എൻട്രി ഇടുക. ഇപ്പൊ ഇവിടെ സ്റ്റാർട്ടിങ് എൻട്രി ഇതാണ് സെൽ പോയിന്റ് വരുന്നത്. അതായത് എപ്പോഴും അതിന്റെ ഹയർ ലോയിൽ സെൽ പോയിന്റ് വെക്കുക. ടാർഗറ്റ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് എവിടെ നിന്ന് എക്സിറ്റ് ആവും അവിടെ നിന്നാണ് നമ്മൾ മാർക്കറ്റ് എക്സിറ്റ് ആണ്. ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു എൻട്രി നമുക്ക് എന്താണ്, സ്റ്റേബിൾ ആണ്, കാര്യങ്ങൾ ഓക്കെ ആണ്, ട്രാപ്പ് ചെക്ക് വാലിഡ് ആണ്, കുഴപ്പമില്ല. ഡെൻസിറ്റി കാര്യങ്ങൾ കുഴപ്പമില്ല. റിസ്ക് സ്കോർ അതായത് 1:10 ആണ്, അതായത് ലോസിലേക്ക് പോവാന്നുള്ളത്. അപ്പൊ ഇതിപ്പോ മാർക്കറ്റ് ഈ ബോക്സ് ഫുള്ളി നമുക്ക് പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ നോക്കിയത് ഈ എൻട്രി എടുത്തത്. സ്ട്രോങ് ബൈ വന്നു, ഇവിടെ എൻട്രി എടുത്തു. ഇനി എവിടെ നിന്ന് എക്സിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് നമുക്ക് മാർക്കറ്റ് എക്സിറ്റ് വരുന്നത്, ട്രെൻഡ് എപ്പോഴാണ് മാറുന്നത് അവിടെ നമുക്ക് മാർക്കറ്റ് നന്നാക്കാം, എക്സിറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാം. പ്രമോദ് ഭായിക്കും ചോദിക്കാം, ആസിഫ് ഭായിക്കും ചോദിക്കാം, എന്താണ് ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാം. ഇതാണ് ഇപ്പോൾ എൻട്രി എടുക്കുന്ന രീതി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കേണ്ട സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്, വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതായത് അതല്ല 5 മിനിറ്റിലാണ് നമ്മൾ, ഞാനിപ്പോ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ 1 മിനിറ്റിൽ എടുത്തത്. 1 മിനിറ്റിൽ ഒരിക്കലും ട്രേഡ് എടുത്തുകൂടാ. ഇത് ഞാനിപ്പോ എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ 1 മിനിറ്റിൽ ഇപ്പൊ ട്രേഡ് എടുത്തത്. ഇൻഡിക്കേറ്റർ അല്ല സാറേ, മറ്റേ സൈഡിൽ കാണുന്ന സാധനമുണ്ടല്ലോ, മറ്റേ പച്ച ഇതാണോ? അത് തന്നെ. ഇതിലാണ് നോക്കേണ്ടത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ 1 മിനിറ്റ് ഇപ്പൊ 5 മിനിറ്റിൽ ട്രേഡ് എടുക്കുന്നത്, നമ്മൾ എൻട്രി എടുക്കുന്ന സമയം, നമ്മളിപ്പോ 1 മിനിറ്റിൽ എൻട്രി എടുക്കുന്ന സമയം ഇതിപ്പോ 5 മിനിറ്റ് ആയി കണക്ക് കൂട്ടാം. എൻട്രി എടുക്കുന്ന സമയത്ത് ഒരു സ്ട്രോങ് ബൈ വന്നു, നിങ്ങളൊരു 5 മിനിറ്റ് ആയിട്ട് കണക്ക് കൂട്ടാട്ടെ, അത് 1 മിനിറ്റ് അല്ല, നിങ്ങളെ കണക്കിൽ 5 മിനിറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഒരു സ്ട്രോങ് എൻട്രി വന്നു 5 മിനിറ്റിൽ. ഈ 5 മിനിറ്റിൽ സ്ട്രോങ് എൻട്രി വന്നു കഴിഞ്ഞാൽ ഈ ബോക്സ് ചെക്ക് ചെയ്യാം. ഇപ്പൊ എന്താണ് ബോക്സിലുള്ളത്, ഫുള്ളി ഗ്രീൻ ആണ്, ഇവിടെ ഫുൾ ഗ്രീൻ ആണ് ഉള്ളത്. സെഡ് സ്കോർ ഇപ്പം 1.42 ആണ്, അപ്പൊ പ്ലസിലാണ് ഉള്ളത്. ഫ്ലാഗിങ് സേഫ് ആണ്, മേലിലേക്ക് തന്നെയാണ്, നോ പ്രോബ്ലം. അത് നോക്കണ്ട, ഇവിടെ 1 മിനിറ്റ് ആകുമ്പോൾ പെട്ടെന്ന് വ്യത്യാസം വരും. ട്രാപ്പ് ചെക്ക് വാലിഡ് ആണ്. ഇനി അവിടെ ഇനി അതായത് ബുൾ ഹണ്ടിങ്ങോ ട്രാപ്പ് ഹണ്ടിങ് എന്നൊക്കെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ട്രേഡ് എടുത്തുകൂടാ. ഇപ്പം വാലിഡ് ആണ്, കുഴപ്പമില്ല. ഡെൻസിറ്റി നമുക്കൊരു 5 വരെ പോവാം, നോ പ്രോബ്ലം, അതും കുഴപ്പമില്ല. റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ് മാർക്കറ്റിലുള്ളത്. അത് ഈ ബോക്സിൽ കംപ്ലീറ്റ് ആയ
ഇപ്പൊ ഡെൻസിറ്റി ടോപ്പ് 5 ഇത് മാക്സിമം ആണ് 5 വരെ ടോപ്പ്. അപ്പൊ അതിനുള്ള എടുക്കാം, കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. ഇപ്പൊ റീറ്റെയിൽ ട്രേഡേഴ്സ്, നോർമൽ ട്രേഡേഴ്സ് ആണ് മാർക്കറ്റ് ഉള്ളത്. ഇവിടെ മാർക്കറ്റ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ എന്താണ്, ബുള്ളിഷ് ആണ്. ട്രെൻഡ് ഈ 1 മിനിറ്റിലെ ട്രെൻഡും 15 മിനിറ്റിലെ, ഇവിടെ കണ്ടോ HTF എന്ന് പറഞ്ഞിട്ട്, അത് 15 മിനിറ്റിലെ ട്രെൻഡാണ്. അതായത് 1 മിനിറ്റ്, ഈ 5 മിനിറ്റിൽ എടുക്കുന്ന സമയം 15 മിനിറ്റിലെ ട്രെൻഡ് ഇവിടെ കാണിക്കും. അതായത് ഏത് ട്രെൻഡ് നോക്കണം എന്നുള്ളത്. അതായത് ഇപ്പൊ 5 മിനിറ്റിൽ എന്താണ് ബുള്ളിഷ് ആണെങ്കിൽ, ഒരു സ്ട്രോങ് സിഗ്നൽ വന്നാൽ, അതായത് എവിടെയാണ് നിങ്ങൾ അടുത്ത ചാർട്ട്, അതായത് ഇപ്പൊ ഇവിടെ കാണുന്നത്, ഇപ്പൊ ഇവിടെ ഈ 1 മിനിറ്റിലാണ് ഉള്ളത്. ഇപ്പൊ ഇവിടെ പറയുന്നത് 15 മിനിറ്റിൽ നോക്കാനാണ്. 15 മിനിറ്റിൽ നോക്കുന്ന സമയം എവിടെയാണ് ട്രെൻഡ്, സെയിം ആണ്, മേലിലേക്ക് തന്നെയാണ്. അപ്പൊ അത് കൺഫേം ആയി. ഇനി നിങ്ങളിപ്പം ഇവിടെ 1 മിനിറ്റില് ബുള്ളിഷിലേക്കും മേലിലേക്കും 15 മിനിറ്റിൽ നോക്കുന്ന സമയം ഇവിടെ ബിയറിഷ് ആണെങ്കിൽ ട്രേഡ് എടുത്തൂടാ. അതാണ് ട്രെൻഡ് അലൈൻമെന്റ് നോക്കാന്ന് പറയുന്നത്. ട്രെൻഡ് ഒരേപോലെ ആയിരിക്കണം. ഓക്കെ, നമ്മൾ സ്കാൽപ്പിംഗ് നോക്കുന്ന സമയം, അപ്പൊ ഇനിയിപ്പോ 15 എക്സാമ്പിൾ എടുക്കാം. 5 മിനിറ്റിൽ നോക്കുന്ന സമയം ഇവിടെ നോക്കാൻ പറയുന്നത് 50 മിനിറ്റ് തന്നെയാണ്. 5 മിനിറ്റിൽ ബുള്ളിഷ് തന്നെയാണ് ഉള്ളത് ട്രെൻഡ്, 50 മിനിറ്റിൽ ബുള്ളിഷ് തന്നെയാണ്. ഇനി 50 മിനിറ്റ് എടുക്കുമ്പോൾ അവിടെ എന്താണ് 1 അവർ കൂടി നോക്കിക്കോന്ന് പറയുന്നുണ്ട്. ഇവിടെ കാണിച്ചു 1 അവർ കൂടി ചെക്ക് ചെയ്തോ. 1 അവർ നോക്കുന്ന സമയം എന്താണ്, അവിടെയും ട്രെൻഡ് ബുള്ളിഷ് തന്നെയാണ്, സ്ട്രോങ് ബൈ തന്നെയാണ്. അപ്പൊ ട്രെൻഡ് കൺഫേം ചെയ്യാം നമുക്ക്, എന്താണ് ബുൾ തന്നെയാണ് ട്രെൻഡ് എന്നുള്ളത്. അപ്പൊ നോക്കാം അത് സ്ട്രോങ് കൺഫേം പറഞ്ഞു. യെസ്, ഇപ്പൊ ഇത് കണ്ടോ, ലൈവ് എടുത്ത എൻട്രി ആണ്, $315 പ്രോഫിറ്റ് ആണ്. 1 മിനിറ്റിലാണ്, ഞാൻ 1 മിനിറ്റിലാണ് എടുത്തത്, $400 പ്രോഫിറ്റ് ആണ്. ഇതാ, അപ്പം ഈ രീതിയിലാണ് മാർക്കറ്റിന്റെ ട്രെൻഡ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾ അടുത്ത് നോക്കിയാൽ തിരിയും, അതായത് അക്കമുലേഷൻ, അതായത് സിസ്റ്റം കാര്യങ്ങൾ ഓക്കെയാണ്. റിസ്ക് സ്കോർ ചെറുങ്ങനെ കൂടി വരുന്നുണ്ട്. മാക്സിമം റിസ്ക് സ്കോർ എന്ന് പറയുന്നത് ഒരു 3-4 ഉള്ളിലാണെങ്കിൽ കുഴപ്പമില്ല, എൻട്രിയും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവിടെ വെയിൽ ആക്ട്, അതായത് മാർക്കറ്റിൽ എന്താണ് കണ്ടീഷൻ, എന്ത് ട്രേഡേഴ്സ് ആണ്, ആരാണ് വെയിൽ ആക്ട്, എന്താണ് സ്റ്റേബിൾ ആണ് വെയിൽ ആക്ട് എന്ന് പറയുന്നത്, അതും കുഴപ്പമില്ല. അതായത് അവിടെ റീറ്റെയിൽ ട്രേഡേഴ്സോ ആരും ഇല്ല, ഒരു ഹണ്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. സേഫ്റ്റി ഗാർഡ് സെക്യൂർഡ് ആണ്, എല്ലാം പോസിറ്റീവാണ്. നിങ്ങൾ നോക്കേണ്ടതാണ്. അതായത് ഞാൻ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. എപ്പോഴും സ്ട്രോങ് ബൈ വരുന്ന സമയം ഈ കാര്യത്തിൽ എന്താണ്, ഇത് ഫുള്ളി ഗ്രീൻ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം, നോ പ്രോബ്ലം. ഇവിടെ ഇനി റെഡ് വരുന്നുണ്ടെങ്കിൽ, ട്രാപ്പ് കാര്യങ്ങൾ, റെഡ് വാർണിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം, അലൈൻമെന്റ് ചെക്ക് ചെയ്യാം, ട്രെൻഡ് എങ്ങോട്ടാണ് ചെക്ക് ചെയ്യാം. ഞാനിപ്പോ എടുത്തത് സിമ്പിൾ ആയിട്ടുള്ള എൻട്രി ആണ്, വളരെ വളരെ സിമ്പിളാണ്. ടാർഗറ്റ് അടിക്കാൻ പോക്കും $697 ആണ് ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. ഒരു മൈക്കൊന്ന് ഓഫ് ആക്കണം, നല്ല എക്കോ അടിക്കുന്നുണ്ട്. $697 ടാർഗറ്റ് ഇപ്പൊ ഹിറ്റ് ചെയ്യും. ഈ റോക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ കണ്ടു കഴിഞ്ഞാൽ അത് അർത്ഥമാക്കേണ്ടത് അവിടെ ഒരു ടീം എൻട്രി ആകുന്നതാണ്. നോർമൽ മാർക്കറ്റിൽ നല്ല ഹൈ മാർക്കറ്റാണ്, ലൈവാണ് നിങ്ങൾ കാണുന്നത്, ഒരു ടീം ഇവിടെ എൻട്രി ആയി. ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ടൂള് വെച്ചുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ഞാനിപ്പോ ഈ പറഞ്ഞതുപോലെ ഇത്രയും സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാം. ഇനി ഇവിടുന്ന് എപ്പോ എക്സിറ്റ് ആവണം, അത് നമുക്ക് ഇപ്പൊ നമ്മളിവിടെ SL കീപ്പ് ചെയ്യണം, SL നിർബന്ധമായി കീപ്പ് ചെയ്യണം. എവിടെ നിന്ന് ഇതിപ്പോ ഇവിടം വരെ പ്രോഫിറ്റ് വന്നില്ലേ, SL നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്നാക്കാം. ഇങ്ങനെ പ്രോഫിറ്റ് വരുന്ന സമയത്താ ഇതേപോലെ നമുക്ക് പൊന്തിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ പ്രൊഫഷണൽ ട്രേഡിംഗ് സിസ്റ്റം ആണ്, ടെക്നിക്കാണ്. നമ്മൾ ഇവിടെയാണ് സ്റ്റാർട്ടിങ്ങിൽ SL വെച്ചത്. ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നെങ്കിൽ നമുക്ക് അവിടെ നിൽക്കണം. മാർക്കറ്റ് ഇവിടം വരെയുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടും, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള പ്രോഫിറ്റ് അവിടെ സെക്യൂർഡ് ആയി. അപ്പൊ ഇതില് സാറേ ഓൾറെഡി TP-യും SL-ഉം അനലൈസ് ചെയ്യില്ലേ, യെസ്, അതായത് കൺഫേംഡ് ട്രേഡ് വരുന്ന, അതായത് ഒന്നുകൂടി ഒരു സാധനം പറയും, സ്ട്രോങ് ബൈ കൺഫേംഡ് എന്ന് വന്നു കഴിഞ്ഞാല് അവിടെ എന്താവും, 3 TP-യും കാര്യങ്ങളും, അതായത് അന്നേരം നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, 3 TP-യും കാര്യങ്ങളും അവിടെ എന്താവും സെറ്റ് ചെയ്തിട്ട് തന്നെ വരും. ഇവിടെ സ്കാൽപ്പിംഗ് ആണ്, അതായത് ബാക്കിയുള്ള മാർക്കറ്റ് സ്കാൽപ്പിംഗ് ആണ്. നമ്മൾ എൻട്രി എടുത്തു, SL നമ്മൾ എന്നാക്കണം, SL നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ SL ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, SL നിർബന്ധമായിട്ട് വെക്കണം. ഇപ്പൊ ഇവിടെ ഞാൻ ഇവിടം വരെ പ്രോഫിറ്റ് എത്തിയത് കൊണ്ടാണ് SL എന്നാക്കി, അവിടുന്ന് ഞാൻ എഡിറ്റ് ചെയ്തു. ഞാൻ SL ഇവിടെയാണ് വെച്ചത്. ഓക്കെ, ഞാൻ SL ഇവിടെ നിന്നാക്കി. ഇത് ഇത്രയും ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി പോയിന്റ് നിന്ന് മാർക്കറ്റ് ഇത്രയും ഹൈറ്റ് വന്നു, ഏകദേശം $565 പ്രോഫിറ്റ് ആയി. ടാർഗറ്റ് വരുന്നത് എത്രയാണ്, 697 ആണ്. അപ്പൊ ഞാൻ എന്നാക്കി SL ഇവിടെ നിന്ന് കിട്ടി. മെല്ലെ മെല്ലെ SL എന്നാക്കണം, നമ്മള് മേലിലേക്ക് പമ്പ് ചെയ്ത് കൊണ്ടുപോകണം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ട്രേഡ് കിടക്കേണ്ടത്.
ഈ പ്രോഫിറ്റ് സെക്യൂർ ആയി. ഇനി മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഡോളർ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് എനിക്ക് എന്തായാലും കിട്ടും. ഈ പ്രോഫിറ്റ് എനിക്ക് സെക്യൂർ ആയി, ഇതിനി പോവില്ല. അതായത് നമുക്ക് SL എപ്പോഴും നോക്കണം, പ്രോഫിറ്റ് ഇത്രയും ഈ ഒരു ഏരിയ മുതൽ ഈ ഒരു ഏരിയയിലെ പ്രോഫിറ്റ് ഞാൻ എന്നാക്കി സെക്യൂർ ചെയ്ത് ഗ്യാരണ്ടിയാണ്. ഇനി ഇവിടുന്ന് മാർക്കറ്റ് മെല്ലെ 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 മാർക്കറ്റ് പമ്പ് ചെയ്ത് പോകുന്നു. നമ്മൾ പ്രോഫിറ്റ് അതായത് സ്റ്റോപ്പ് ലോസ് മെല്ലെ മെല്ലെ ഹിറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇതാണ് ഒരു പ്രൊഫഷണൽ ട്രേഡ്. അതാണ് അടിച്ചു $697 പ്രോഫിറ്റ് അടിച്ചു, മാർക്കറ്റ് ക്ലോസ് ആയി. നിങ്ങൾ ലൈവായിട്ട് ഞാൻ എടുത്തതാണ്. $697 ആണ് ഇപ്പോൾ ക്രിപ്റ്റോ ഡോഡ്ജിൽ പ്രോഫിറ്റ് അടിച്ചത്. ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് നമ്മൾ സെക്ഷൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 15 മിനിറ്റ് ആയിട്ട്. 15 മിനിറ്റിലാണ് ഇപ്പൊ ഒരു ട്രേഡ് $697 ട്രേഡ് കംപ്ലീറ്റ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ സെക്ഷൻ. ഇതാണ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇത് മതി. ഇവിടുന്ന് മാർക്കറ്റ് ഇനിയും പോകുന്നുണ്ട് മേലിലേക്ക്. മാർക്കറ്റ് ഇനിയും ഞാൻ അവിടെ ടാർഗറ്റ് വെച്ചോണ്ടാണ് അവിടെ ക്ലോസ് ആയത്. മാർക്കറ്റ് ഇനിയും മേലിലേക്കാണ് പമ്പ് ചെയ്ത് പോകുന്നത്. ഞാൻ അവിടെ എന്നാക്കിയതാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്, TP വെച്ചത് കൊണ്ട് അവിടെ എന്നായി ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. മാർക്കറ്റ് ഇനിയും എന്താണ് പമ്പ് ചെയ്ത് തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്. ഇത്ര ഇനി ഇത് നമുക്ക് ഹിറ്റ് ഇനിയിപ്പോ മാർക്കറ്റ് അത് ഹിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നെക്സ്റ്റ് എവിടെയാണ് ഇനി എവിടെ നിന്ന് എക്സിറ്റ് വരുന്നത് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഇവിടുന്ന് എൻട്രി എടുത്തു, മാർക്കറ്റ് പോയി എക്സിറ്റ് സോൺ വരുന്നിടത്ത് എവിടെ വരെ ഇപ്പോൾ ഹോൾഡ് ചെയ്യാട്ടെ. നമുക്ക് ഇതിപ്പോഴും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് തന്നെയാണ്, നോ പ്രോബ്ലം. ഈ ട്രേഡ് ഇവിടെ എടുത്ത എൻട്രി ഇപ്പോഴും നമുക്ക് എന്നാക്കാം ഹോൾഡ് ചെയ്യാം. മെല്ലെ മെല്ലെ എന്നാക്കാം TP മേലിലേക്ക് പമ്പ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. SL മെല്ലെ മെല്ലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഈ ട്രേഡ് നമുക്ക് ഇപ്പോഴും ഹോൾഡ് ചെയ്യാം. ഈ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ട്രേഡ് എടുക്കുക. റോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടീം എൻട്രി ആയതാണ്. ഈ ടീം എവിടെ നിന്ന് എക്സിറ്റ് ആവും നമുക്ക് ഇപ്പൊ തന്നെ ഐഡന്റിഫൈ ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ നോക്കിയാൽ തിരിയും. നമ്മുടെ ഗാർഡ് ബോക്സ് എല്ലാ ബോക്സും ഫുള്ളി പോസിറ്റീവ് ആണ്, സ്ട്രോങ് ആണ്. നമുക്ക് 5 മിനിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 5 മിനിറ്റിൽ മിക്കവാറും ഒരു സ്ട്രോങ് എൻട്രി ബൈ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നോക്കാം, ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ റിസ്ക് സ്കോർ കണ്ട 10/7 ആണ് 5 മിനിറ്റിൽ. റിസ്കിയാണ്, കൺഫർമേഷൻ ഇല്ല. 1 മിനിറ്റിൽ നല്ല എൻട്രി, 1 മിനിറ്റിലൊക്കെ നമുക്ക് ഇത്രയും ഒരു 15 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റിലൊക്കെ നമുക്ക് ഇത്രയും ഇതിലൊരു ട്രേഡ് എടുക്കാന്ന് പറയുന്നത് അത് പെട്ടെന്നാകുന്ന കാര്യമല്ല. നിങ്ങൾക്ക് അറിയായിരിക്കും. 1 മിനിറ്റിലാണ് ഇപ്പോൾ നമ്മൾ ട്രേഡ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് ഇനി അടുത്തൊരു മാർക്കറ്റ് നോക്കാം. ഇനി ഇപ്പൊ ഇതുള്ളത് ഇപ്പോൾ സ്ട്രോങ് സെൽ. ഇതിപ്പോ യൂറോ യൂസ്, ഇത് ഫോറക്സിലാണ്. കണ്ടു ഇവിടെ ക്രാഷ് മാർക്കറ്റ് ഫുള്ളി കണ്ടീഷൻ നോർമൽ ആണ്, സേഫ് ആണ്. ക്രാഷ് എന്ന് പറഞ്ഞത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്താക്കാം, ഒരു സെല്ല് കൊടുത്ത് കഴിയാം. ഓക്കെ, മാർക്കറ്റ് തന്നെ ഇവിടെ ഒരു സെല്ല് കൊടുക്കുന്നു. ഓക്കെ, ഇതിന്റെ SL ഇതാ ഇവിടെ കീപ്പ് ചെയ്യാം. ട്രേഡ് ഓൺ ആയിട്ടുണ്ട്. SL ഞാൻ കീപ്പ് ചെയ്തു. SL ഇതാ ഇതിന്റെ മേലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലാണ് SL കീപ്പ് ചെയ്യേണ്ടത്. ഞാൻ SL കീപ്പ് ചെയ്തു. ടാർഗറ്റ് ഒക്കെ ഈ ഒരു ഏരിയ വരെ ഞാൻ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഏരിയ വരെ ഞാൻ ടാർഗറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ക്വാണ്ടിറ്റി ആണ്, ജസ്റ്റ് ഞാൻ കാണിക്കാനാണ്. ഞാൻ ഇവിടെ തന്നെ എന്താക്കി ടാർഗറ്റും പ്ലേസ് ചെയ്തു. അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ മാർക്കറ്റ് നോക്കുന്ന സമയം ഇവിടെ എന്താണ് ഉള്ളത്, നമ്മൾ 2 ബോക്സും കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്, ഫുള്ളി റെഡിലേക്ക് തന്നെയാണ്. റെഡ് വരുമ്പോൾ നമുക്ക് നമ്മളെ ഏരിയ സേഫ് തന്നെയാണ്, കാര്യങ്ങൾ വാലിഡ് ആണ്, ട്രാപ്പ് ചെക്ക് വാലിഡ് ആണ്. ഇനിയിപ്പോ ട്രെൻഡ് നോക്കാം. അതായത് ഇപ്പൊ ഇതിൽ നോക്കേണ്ടത് 15 മിനിറ്റിൽ എന്താണ് നോക്കാം. 15 മിനിറ്റിൽ ട്രെൻഡ് അഗെയിൻസ്റ്റ് ആണെങ്കിൽ നോക്കാം. 15 മിനിറ്റിൽ നോക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ 15 മിനിറ്റിൽ ട്രെൻഡ് അഗെയിൻസ്റ്റ് ആണ്, എടുത്തുകൂടാ, അഗെയിൻസ്റ്റ് ആണ് ട്രെൻഡ്. പക്ഷെ ഇവിടെ എക്സിറ്റ് വന്നിട്ടുണ്ട് മാർക്കറ്റ്, കണ്ടോ, ഇവിടെ മാർക്കറ്റ് എക്സിറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എടുക്കാം, കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ട്രെൻഡ് അഗെയിൻസ്റ്റ് ആണ് ഉള്ളത്. അതായത് 1 മിനിറ്റും 5 മിനിറ്റിൽ നോക്കുന്ന സമയം 5 മിനിറ്റ് ബൈ തന്നെയാണ്. 1 മിനിറ്റിൽ സെല്ല് വന്നിട്ട് 1 മിനിറ്റിൽ മാത്രമാണ് സെല്ല് വന്നിട്ടുള്ളത്. പക്ഷെ ബാക്കിയെല്ലാ മാർക്കറ്റിലും അതായത് 50 മിനിറ്റിൽ ഇവിടെ എക്സിറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം എന്താവും, അവിടെ ഒരു സ്ട്രോങ് സെല്ല് ബൈ വരും, സെല്ലിലേക്ക് വരും മാർക്കറ്റ്, ട്രെൻഡ് കൺഫേം ആവുന്നത്. അപ്പൊ ഈ രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ലൈവായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ട്രോങ് സെല്ല് ഇവിടെ ഇതിൽ ഗോൾഡിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടോ, ഇവിടെ ബിയർ ട്രാപ്പ് എന്ന് പറഞ്ഞ എഴുതിയത് നിങ്ങൾ കാണുന്നുണ്ടോ? ബിയർ ട്രാപ്പ് ആണെങ്കിൽ അവിടെ ട്രേഡ് എടുത്തുകൂടാ, ഇത് ട്രാപ്പാണ്. താഴേക്ക് മാർക്കറ്റ് പോകുന്നുള്ള ട്രാപ്പിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സിന് ട്രാപ്പിംഗ് സിസ്റ്റം ആണ് ഈ ബിയർ ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ. അപ്പൊ മാർക്കറ്റ് ഉള്ളത് ബിയറിഷ് തന്നെയാണ്.
ഇപ്പൊ ഇവിടെ നോക്കിയാൽ തിരിയാം, നമുക്ക് നോക്കാം. അതായത് ട്രെൻഡ് നോക്കാം എങ്ങോട്ടേക്കാണെന്നുള്ളത്. 15 മിനിറ്റ് ട്രെൻഡ് നോക്കാനാണ് പറയുന്നത്. 15 മിനിറ്റിൽ പോകുന്ന സമയം എന്താണ്, അവിടെ ബുള്ളിഷാണുള്ളത്. ഇത് കണ്ടോ, 15 മിനിറ്റില് ഇത് കണ്ടോ, 15 മിനിറ്റിൽ ട്രെൻഡ് അലൈൻമെന്റ് കറക്റ്റ് ആണ്. നമുക്കിനി 15 മിനിറ്റിൽ ട്രെൻഡ്, 15 മിനിറ്റിലും 1 അവർ നോക്കാം. 1 അവർ നോക്കാൻ പറയുന്നുണ്ട്. 1 അവർ എന്താണ്, ബുള്ളിഷാണ്, ബൈ ആണ്, ഇതുവരെ സെല്ല് വന്നിട്ടില്ല. 4 അവർ നോക്കാൻ പറയുന്നുണ്ട്. 4 അവറിലേക്ക് പോയി നോക്കാം. നമുക്ക് 4 അവർ ചാർട്ട് നോക്കാം. 4 അവറിലും ബൈ തന്നെ. അപ്പൊ എന്താണ്, അവിടെ ട്രേഡ് എടുത്തുകൂടാ. അപ്പൊ 5 മിനിറ്റിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഒരു സ്ട്രോങ് സെല്ല് വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചത്, വിയർ ട്രാപ്പ്. ഇവിടെ എന്താണ് റിസ്ക് സ്കോർ, എന്താണ് 10/5, 50% ആണ് ഇവിടെ. റിസ്ക് എടുത്തിട്ട് എടുക്കുന്നൊക്കെ എടുക്കാം. ഞാനിപ്പോ ഇവിടെ എന്താക്കുന്നു, റിസ്ക് എടുക്കുന്നു കൂട്ടാം. ഇപ്പൊ ഒരാൾ റിസ്ക് എടുക്കുന്നു കൂട്ടാം, റിസ്ക് എടുക്കാം. ഞാനിപ്പോ ഇവിടെ റിസ്ക് എടുക്കുന്നു, 50-50 ചാൻസ്. ഞാൻ റിസ്ക് എടുക്കുന്നു, ഒരു സെൽ എൻട്രി ഞാൻ ഇവിടെ എന്താക്കുന്നു, പ്ലേസ് ചെയ്യുന്നു കൂട്ടാം. ഓക്കെ, ഞാൻ റിസ്ക് എടുത്തിട്ട് ഒരു സെൽ എൻട്രി ഞാൻ പ്ലേസ് ചെയ്യുന്നു. അതാ ഒരു സെൽ എൻട്രി ഞാൻ അവിടെ പ്ലേസ് ചെയ്തു. റിസ്ക് എടുത്ത ഒരു സെൽ എൻട്രി ഞാൻ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇത് റിസ്കി മൂവ്മെന്റ് ആണ് ഞാൻ പറയുന്നത്. ട്രേഡ് അവോയ്ഡ് ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ റിസ്ക് എടുക്കുന്നു. ഓക്കെ, ഞാൻ റിസ്ക് എടുത്തുകൊണ്ട് അവിടെ ഒരു എൻട്രി ഞാൻ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇതാണ് ഇത് റിസ്കി എലമെന്റിൽ നമ്മൾ റിസ്ക് എടുക്കാന്ന് പറയും. ഒരു 50-50 ചാൻസ് ആണ്. അതായത് ബിയർ ട്രാപ്പിലുള്ളത് ഒരു സപ്പോർട്ടിങ് സോൺ വരെ മാർക്കറ്റ് വരും. സപ്പോർട്ട് എടുക്കേണ്ട സോണ് വരെ മാർക്കറ്റ് എന്നാവും വന്നിട്ടാണ് ട്രാപ്പ് ചെയ്ത്. അതായത് ഇപ്പൊ ഇത് മുകളിലേക്ക് പമ്പ് ചെയ്യേണ്ട മാർക്കറ്റ് ആണെങ്കിൽ ഈ ഒരു ഏരിയ വരെ, അതായത് ഈ ഒരു സോണ് വരെ എന്തായിട്ടുണ്ടാവും, മാർക്കറ്റില് SL കീപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ നിന്ന് മേലിലേക്ക് ബിയർ ട്രാപ്പിംഗ് ചെയ്യണമെങ്കിൽ, ട്രാപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഓൾമോസ്റ്റ് ഈ റീറ്റെയിൽ ട്രേഡേഴ്സ്, അതായത് നോർമൽ ട്രേഡേഴ്സ് ഒക്കെ ഇപ്പൊ ഇങ്ങനെ വരുന്ന സമയം, അതായത് ഇത്രയും വലിയൊരു പമ്പിങ് മാർക്കറ്റിൽ വന്നു. ഇവിടെ നിന്ന് തുടങ്ങിയ പമ്പിങ് ആണ് മാർക്കറ്റ്. ഇത്രയും വലിയൊരു പമ്പിങ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കും എന്താണ്, ഓൾമോസ്റ്റ് താഴേക്ക് മാർക്കറ്റ് അതേപോലെ എന്നാവും, താഴേക്ക് ഇറങ്ങി വരുന്നതാണ് എല്ലാവരും ചിന്താഗതി ഉണ്ടാവില്ല. ഓക്കെ, അതൊരു ട്രാപ്പിംഗ് ആണ്. അതായത് ഇത് മാർക്കറ്റ് ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മോസ്റ്റ് ഓഫ് ആൾക്കാർ ഒന്നാക്കി ഉണ്ടാവും. ഇവിടെ എൻട്രി എടുത്തൊരു എൻട്രി ലൈൻ ഞാൻ കാണിച്ചുതരാം, എങ്ങനെയാണ് എൻട്രി എടുത്തിട്ടുണ്ടാവില്ല. ഈ ഒരു സിറ്റുവേഷനിൽ മോസ്റ്റ് ഒരു 90% ആൾക്കാർ ഇവിടെ നിന്ന് ഇതാ ഈ ഒരു പൊസിഷൻ എൻട്രി എടുത്തിട്ടുണ്ടാവും. ഇതേപോലെ മനസ്സിലായ, ഇതേപോലെ ആൾക്കാർ എൻട്രി എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു ട്രാപ്പിംഗ് സിസ്റ്റം ആണെങ്കിൽ ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് വരും, ഈ ഒരു സോൺ വരെ മാർക്കറ്റ് വരും. ഒരു റിവേഴ്സൽ സെറ്റിങ്ങിന് മാർക്കറ്റ് വന്നിട്ടുണ്ടാവും, മാർക്കറ്റ് പമ്പ് ചെയ്യും, സപ്പോർട്ട് എടുക്കുക, പമ്പ് ചെയ്യുക. അതാണ് ട്രാപ്പിംഗ് ചെയ്യൽ അങ്ങനെയാണ്. ഇപ്പൊ ഇവിടുന്ന് ഇവിടം വരെ സപ്പോർട്ടിന് വരും. ഇവിടെ ഇങ്ങനെ മാനിപ്പുലേഷൻ സിസ്റ്റം ഇങ്ങനെ കീപ്പ് ചെയ്ത് മാർക്കറ്റ് ഇവിടുന്ന് മാർക്കറ്റ് പമ്പ് ചെയ്യും. ഇതാണ് അതിന്റെ ട്രാപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. മാനുവൽ ട്രാപ്പിംഗ് സിസ്റ്റം അതാണ് മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതൊരു ട്രാപ്പിംഗ് ആണ്, ഇത് റിസ്കി എലമെന്റ് ആണ്. ട്രേഡ് എടുക്കുന്നവർക്ക് അതായത് 50-50 ചാൻസ് ആണ് റിസ്ക് എടുത്തുകൊണ്ട് ട്രേഡ് എടുക്കാം. എൻട്രി തന്നെയാണ് അവിടെ. അതായത് സ്കാൽപ്പിംഗ് ആണ്, നമ്മൾ അത്ര വിചാരിക്കുന്നു. മറ്റേത് സ്കാൽപ്പിംഗ് ആണ്. എൻട്രി വന്നു കഴിഞ്ഞാൽ ഒരു എൻട്രി ഇങ്ങനെ വന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരിക്കലും ഒന്നാവില്ല, ഓൺ ദി സ്പോട്ട് റിട്ടേൺ പോവില്ല, റിട്ടേൺ മാർക്കറ്റ് കയറി പോവില്ല. അപ്പം ഇത് റിസ്കി എലമെന്റ് എൻട്രി ആണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ കാണുന്നത്. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യുക മാക്സിമം. ഈ ട്രേഡൊക്കെ എന്നാക്കാ അവോയ്ഡ് ചെയ്യലാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, നമുക്ക് ട്രെൻഡ് എപ്പോഴും ഇത് ട്രെൻഡ് അലൈൻമെന്റ് ശരിയല്ല മാർക്കറ്റിന്റെ. രണ്ട് ട്രെൻഡിലാണ് മാർക്കറ്റ് ഉള്ളത്. ഓക്കെ അല്ലേ, ആ ഒരു ഏരിയ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് അടുത്തൊരു എൻട്രി നമുക്ക് ഉണ്ടോന്ന് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ഒരു എൻട്രി കിട്ടുമോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഡോഡ്ജ് കോയിനിലാണ് ഇപ്പോൾ ഒരു എൻട്രി കൺഫേം ചെയ്തത്. നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലും മാർക്കറ്റ് നോക്കണമെങ്കിൽ നോക്കാൻ പറയാട്ടാ, ചെക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു നോക്കാം, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും മാർക്കറ്റിന്റെ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല എങ്ങനെയാണെന്നുള്ളത്.
നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളെ മാർക്കറ്റിൽ നിങ്ങൾ എന്നാക്കുക, ഒരു 1 വീക്ക്, ഒരു 1 to 2 days ഇത് മാർക്കറ്റ് വാച്ച് ചെയ്യാം. ഒരു സ്ട്രോങ് ബൈ വരുന്ന സമയം അവിടെ എന്നാക്കുക, ഡെമോയിൽ ട്രേഡ് എടുക്കാം. ഇതിൽ തന്നെ ഒരു പേപ്പർ ട്രേഡിംഗ് ഒക്കെ എടുക്കാം. ഡെമോയിൽ ട്രേഡ് എടുക്കാം, നോക്കാം കണ്ടീഷൻ മാർക്കറ്റ്. ഒരു 2 ചാർട്ടിൽ 2 പെയറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. കുറേ പെയറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണ്ട, 2 പെയർ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതിൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, ഇതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാ, ഇതുമായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക സിസ്റ്റമായി. അതായത് ഒരു ബൈ വരുന്ന സമയം എടുക്കാം, എക്സൽ വെക്കാം, എടുക്കാം, എവിടെയാണ് അത് എക്സിറ്റ് ആകുന്നത് അതിനെ എന്നാക്കുക, അതിന്റെ റൂട്ട് ഓഫ് വേവ് എന്നാക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. ചെയ്തേ പഠിക്കും, ചെയ്ത് മാത്രം. നമ്മളിതിലിപ്പോ കണക്ട് ചെയ്യാനിപ്പോ നമ്മൾ ബിനാൻസ് അല്ലെങ്കിൽ MT4 യൂസ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യാതെ തന്നെ ഇത് വേറെ വെച്ചിട്ട് നമ്മളിതില് എങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് ഇപ്പൊ നമ്മള് എങ്ങനെ പറയാ, അതായത് ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ ഏതെന്നും എത്ര വരെ പോകുന്നുള്ളത് MT4 എങ്ങനെ കണക്കാക്കാൻ കഴിയും? അതിന്റെ ഒരു നിങ്ങൾ MT5 ചെയ്യണ്ട, ബിനാൻസ് കണക്ട് ചെയ്യാം. ബിനാൻസിലാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ BTC എടുത്ത് BTCന്റെ പൊസിഷൻ മനസ്സിലായി. അപ്പൊ TPയും SL നമ്മൾ ഇതില് അനലൈസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഞാൻ പറഞ്ഞുതരാം ആഫീസ് ഭായ്. അതായത് SL എന്നാക്കേണ്ട ആവശ്യമില്ല. SL മാത്രമേ കീപ്പ് ചെയ്യണ്ടൂ. SL മാത്രമാണ് നമ്മൾ എന്നാക്കേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത്. ടാർഗറ്റ് എപ്പോഴും ഇത് സ്കാൽപ്പിംഗ് ആണ്. ഇത് കണ്ടോ, ഇതൊരു ഫ്ലാഗ് നമ്മൾ നേരത്തെ ഒരു എന്താണ് നമുക്ക് വാലിഡ് അല്ലാത്തത് എൻട്രി ഇതായത് കൊണ്ട് ഇപ്പൊ കൺഫേം ആണ്. ഇവിടെ നമ്മളൊരു എൻട്രി എടുത്തു. ഓക്കെ, ഇതിന്റെ SL എവിടെയാണുള്ളത്? ഇതാണ് ഈ പോയിന്റിലാണ് എൻട്രി വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഇതാണ് ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന പോയിന്റ്. ഞാൻ ഓഫാക്കി കാണിച്ചത്. ഇതാണ് ഇതിന്റെ ഒരു ഹോൾ ടൈം ഹൈ എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ്. ഓക്കെ, ഈ ഹോൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പമ്പ് ചെയ്യും. മനസ്സിലായ? ഈ ഒരു പോയിന്റ് ഇവിടെ നിന്ന് പമ്പ് ചെയ്ത, ഈ ലൈൻ ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താവും? മുകളിലേക്ക് പോകും. അത് ഇപ്പൊ അതിൽ കാണിക്കുന്ന ആ ലൈന് സാർ വെച്ചതല്ലേ, അതോ ഇത് SL ആണ്? SL. ഓക്കെ, ഇത് SL ആണ്. ഇതാണ് ടാർഗറ്റ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഇവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്തു, എന്തുകൊണ്ട് ഇവിടെ SL സെറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ സിമ്പിൾ ലോജിക് ആണ്. അതായത് ഇതാണ് ഇതിന്റെ ഒരു ഹയർ ലോ എന്ന് പറയുന്ന പോയിന്റ്. ഇത് ഹയർ ലോ ആണ്, ഇത് ഹയർ ഹൈ ആണ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു ഇവിടുത്തെ ഹൈ ലോ എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ്, ലാസ്റ്റിലെ ലോ ഈ ഒരു പോയിന്റ് ആണ്. ഇതാണ് അതിന്റെ ഹൈ. അതായത് ജസ്റ്റ് ഞാൻ ഒന്നുകൂടി സിമ്പിൾ ആക്കി തരാം. നമുക്ക് ഇവിടെയാണ് എന്നാക്കിയത് ഇത് വന്നത്, സ്ട്രോങ് സെല്ല് വന്ന പോയിന്റ്. ഇവിടെ നമുക്ക് ഒരു എൻട്രി പോയിന്റ് വന്നിട്ടുണ്ട്, കണ്ട. അപ്പൊ ഇതൊരു പോയിന്റ് ആണ്. അപ്പൊ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഇവിടുന്ന് അടിച്ച് താഴേക്ക് പോകും. മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് പോകും മാർക്കറ്റ് ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് 110% ആണ്. അത് നമ്മളിപ്പോ ഇത് കാണിക്കുന്നില്ലല്ലോ, ഓഫ് ചെയ്താണല്ലോ. ഞാൻ ഓഫ് ചെയ്ത 101% ആണ്. മാർക്കറ്റ് അവിടെ നിന്നാവും അടിച്ച് താഴേക്ക് പോകും. അനലൈസ് ചെയ്യുന്നുണ്ടോ ഇതില്? അതായത് ഇത് കണ്ട, നമുക്കിപ്പം ഇത് ശരിക്കും എൻട്രി, ഞാൻ പറഞ്ഞില്ല ഇതിപ്പോ റിസ്കി എലമെന്റ് എൻട്രി ആണ് ഇപ്പൊ ഇവിടെ എടുത്തിട്ടുള്ളത്. ശരിക്കും ട്രെൻഡ് സേഫ് അല്ല. അതായത് ഇപ്പൊ 5 മിനിറ്റിൽ എൻട്രി എടുക്കേണ്ട ഒരാൾക്ക് ഞാൻ ഇവിടെ റിസ്ക് എടുത്തതാണ്. ഇപ്പൊ 5 മിനിറ്റിൽ ഇപ്പൊ ഇങ്ങനെ സ്ട്രോങ് സെല്ല് വന്നാ ഇവിടെ ഇപ്പൊ എന്താണ് ട്രെൻഡ് കോൺഫ്ലിക്റ്റ് ആണുള്ളത്. ട്രെൻഡ് കോൺഫ്ലിക്റ്റ് ആണ്, അവിടെ അലൈൻഡ് അല്ല. ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇവിടെ കാണിക്കുന്നുണ്ട് 15 മിനിറ്റിൽ പോയി നോക്കാൻ പറയുന്നുണ്ട്. ഇവിടെയാണ് ഇൻഫർമേഷൻ. അതായത് 15 മിനിറ്റിലേക്ക് മാറാം. സ്വിച്ച് ചെയ്ത് നോക്കിയാല് 15 മിനിറ്റിൽ എന്താണുള്ളത്? ഇപ്പോ ബൈ ആണുള്ളത്. 15 മിനിറ്റിലും കൂടിയും ബിയർ, അതായത് നമുക്ക് സെൽ എൻട്രി ആണെങ്കിൽ ഇത് കൺഫേം ആ. അതായത് നമുക്ക് റിസ്ക് ഇല്ല. ഞാനിപ്പോ ഇവിടെ റിസ്ക് എടുത്തതാണ്. ഞാൻ എടുത്തത് റിസ്ക് ആണ്. ഞാനിപ്പോ ഇവിടെ എടുക്കുന്നത് റിസ്കും ആണ്. അപ്പം ഇതിപ്പോ എൻട്രി മനസ്സിലായി. അതായത് TPയും SL എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പമ്പ് ചെയ്യും, അതിൽ യാതൊരു തർക്കവും ഇല്ല.
ഈ ഒരു ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് എന്താവും? ഡൗണിലേക്ക് വരും. സിമ്പിൾ ലോജിക്കാണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോ ഇനിയൊന്നുമില്ല. ഇനി ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ടാർഗറ്റ് നിങ്ങൾ കീപ്പ് ചെയ്തിടും. അതായത് ഇപ്പം ഈ ഒരു പോയിന്റിൽ എത്തിയത്, ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഇതേപോലെ ഇത് കണ്ടോ, ഇത് ഇവിടെ നിന്ന് എൻട്രി ആയത് ഇവിടെ എക്സിറ്റ് ആകാൻ പറഞ്ഞു. കാണുന്നുണ്ടാ? ഈ ഒരു പോയിന്റ് എക്സിറ്റ്. ഇതിനിപ്പോ ഇവിടെ നിന്ന് എക്സിറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എക്സിറ്റ് ആവണം. ഈ ഒരു പോയിന്റിൽ നിന്ന് എക്സിറ്റ് വന്നു കഴിഞ്ഞാൽ ഇതുവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇവിടുന്ന് എക്സിറ്റ് നിർബന്ധമായി സഡൻലി എക്സിറ്റ് ആയിക്കോളാം. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ഓരോ പോയിന്റ് കാണാം. അതായത് ഇപ്പൊ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടുന്ന് എൻട്രി ആയി, ഈ ഒരു പോയിന്റ് എൻട്രി ആയിട്ട് ഇവിടുന്ന് എക്സിറ്റ് കൊടുത്തു ഒരു പോയിന്റ്. ഇനി അടുത്ത ട്രെൻഡ് നോക്കാം. ഇവിടെയൊക്കെ ഇതൊക്കെ ഇങ്ങനെ കയറി കയറി അടുത്ത എൻട്രി ഇവിടുന്ന് കൊടുത്തു, ഇതൊക്കെ എൻട്രി ആവാന്ന് പറഞ്ഞു. ഇവിടുന്ന് എക്സോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഒരു ടീം എൻട്രി ആയിട്ടുണ്ട്. അത് ബുൾ ഓർ ബൈ. അതിന് വീണ്ടും വെയിറ്റ് ചെയ്യാം, നമുക്ക് ഹോൾഡ് ചെയ്യാം. അവിടെ എക്സിറ്റ് ആയിട്ട് വേണമെങ്കിൽ അടുത്ത മാർക്കറ്റ് നോക്കാം. അടുത്ത എൻട്രി വന്നു, ഇവിടുന്ന് എൻട്രി എടുക്കാം. യെസ് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പൊ ഞാൻ റിസ്ക് എടുത്തു. ഇപ്പൊ ഇവിടെ $670 ലോസ് ആണ്. അതാണ് ഈ റോക്കറ്റ് വന്നു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം അവിടെ ഇതിപ്പോ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇതിപ്പോ റീറ്റെയിൽ ട്രേഡേഴ്സ് ഉണ്ടാക്കിയ ഓളമല്ല, മാർക്കറ്റിൽ കോർപ്പറേറ്റ് കയറിയതാണ്, ഒരു ബാങ്ക് കളിച്ചതാണ് എൻട്രി. ഇത് ഇന്ന് മാർക്കറ്റ് ഒരു ബാങ്ക് അങ്ങോട്ട് കയറി, അതായത് ഗോൾഡ് അത്രയും ഹൈ ലോയിലേക്ക് വന്നേരം ഒരു ടീം മാർക്കറ്റ് അങ്ങോട്ട് എൻട്രി ആയി. കോർപ്പറേറ്റ് എൻട്രി ആയതാണ്, മാനിപ്പുലേഷൻ ആണ് നടന്നത്. അതാണ് ഒരു ടീം, ഒരു മാസീവ് ടീം എൻട്രി ആകുന്ന സമയമാണ് ഈ റോക്കറ്റ് എന്ന് പറയും. അതേപോലെ ഇവന്മാര് എക്സിറ്റ് ആകുന്ന സമയം ക്രാഷ് എന്നിട്ട് മാർക്കറ്റിൽ വരും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ പറഞ്ഞ റോക്കറ്റിന്റെ തൊട്ട് മുമ്പായിട്ട് ഇത് സെല്ലിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ക്രാഷിക്കല്ലേ വരേണ്ടത്? ക്രാഷ് സെല്ലിലേക്ക് വന്നിട്ടില്ലല്ലോ, വന്നിട്ടില്ലല്ലേ? അതിന്റെ റെഡിന്റെ അർത്ഥം അതല്ലേ? അല്ല, ക്രാഷ് എന്ന് പറഞ്ഞതാ ഇതേപോലെ എഴുതി കാണിക്കും, ക്രാഷ്. അത് ആ ക്രാഷ് നടന്നതിന്റെ ശേഷമാണ് കാണിക്കുള്ളൂ. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതിപ്പോ ഇവിടെ നിന്ന് മാർക്കറ്റ് പൊളിച്ച ആൾക്കാരാണ്, ഇവിടെ നിന്ന് എൻട്രി ആയത്. സിമ്പിൾ ലോജിക്കാണ്. അവിടെ നിന്ന് ക്രാഷ് ആക്കിയ ടീം ഇവിടെ പമ്പയിച്ചു, സംഭവം ലോജിക്ക് കംപ്ലീറ്റ് ആയി. ഇതാണ് ഇപ്പൊ ഇവിടെ നടന്നത്. പക്കാ ഹണ്ടിങ്, പക്കാ ട്രാപ്പ്, ഇതാണ് ഇപ്പൊ നടന്നത്. സിമ്പിൾ ആണ് കാര്യം. അപ്പൊ ഒന്നുമില്ല, അവര് എൻട്രി എക്സിറ്റ് അതേ നമ്മളിൽ പണിയെടുക്കണ്ടു. ഇപ്പൊ ഞാൻ എടുത്തോറില്ല, ഇതിപ്പോ റിസ്ക് എടുത്തത് ഞാൻ. മാർക്കറ്റ് സ്ട്രോങ് ബൈ, ഞാൻ റിസ്ക് എടുത്തു. റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റ് ഉണ്ടാവും. ലോസ് ആണെങ്കിൽ $4000 നമുക്ക് ലോസ് ആവും, പ്രോഫിറ്റ് ആണെങ്കിൽ $10,000 പ്രോഫിറ്റ് ആണ്. ഇത് ഞാൻ എടുക്കുന്ന റിസ്ക് ആണ്. അപ്പൊ എക്സിറ്റ് ആവുന്ന കാര്യങ്ങള് ഇപ്പോഴും നോക്കാം. അതായത് ഇപ്പൊ എന്താണ്, ഇപ്പോഴും കോൺഫ്ലിക്റ്റ് തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. ട്രെൻഡ് ഇപ്പോഴും നല്ല അഗെയിൻസ്റ്റ് അല്ല, കോൺഫ്ലിക്റ്റ് തന്നെയാണ്. അതായത് ഞാനിപ്പോ നോക്കാം, 15 മിനിറ്റിൽ വീണ്ടും നോക്കാം. 15 മിനിറ്റ് നോക്കുന്നതാ, 15 ഇതുവരെ ഒന്നും ആയിട്ടില്ല, സെൽ എൻട്രി വന്നിട്ടാ. 15 ഇതുവരെ സെൽ ആയിട്ടില്ല. ട്രെൻഡ് ഇപ്പൊ ഇവിടെ എന്താണ്, ഇപ്പൊ 15 മിനിറ്റ് എന്താണ്, ട്രെൻഡ് ബുള്ളിഷ് തന്നെയാണ് 15 മിനിറ്റ് ഉള്ളത്. അപ്പൊ ഇവിടെ ഓൾറെഡി നമുക്കൊരു ബുൾ ട്രാപ്പ് ബിയർ ട്രാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പൊ ഇവിടെ കണ്ടോ, റിസ്ക് സ്കോർ മെല്ലെ കൂടി വരുത്തായി. ഇത് മാക്സിമം പോകുന്നത് ഈ ലൈൻ വരെ പോകും. ഇത് മാക്സിമം, അതായത് മാർക്കറ്റ് സപ്പോർട്ടിങ് ഏരിയ, ഈ ഒരു ഏരിയ വരെ പോയി ട്രാപ്പ് തന്നെയാണ്. ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്താവും, അടിച്ചു കയറും. അത് പറയാൻ കാരണം 1 മിനിറ്റ് നോക്കിയാൽ തിരിയും. 1 മിനിറ്റ് നമുക്ക് നോക്കി കഴിഞ്ഞാല് 1 മിനിറ്റിൽ എന്താണ് ഇപ്പോ കണ്ടീഷൻ? സെൽ തന്നെയാണ്. നേരത്തെ ഇറങ്ങിയ സെല്ലിൽ ഇങ്ങനെ ഉണ്ട് മാർക്കറ്റ്. അപ്പൊ ഇവിടുന്ന് ഒരു ടീം മാർക്കറ്റിൽ എൻട്രി ആയിട്ടുണ്ട്. ഇത് കണ്ട, എക്സോസ്റ്റ് എന്ന് പറഞ്ഞത് ഇതൊരു ടീം എൻട്രി ആയതാണ്. ഇത് ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബുൾ ടീം തന്നെയാണ്, മാർക്കറ്റ് മേലിലേക്ക് പോകാനുള്ള ടീം തന്നെയാണ്. ഈ ഒരു ഇത് നോക്കണ്ട, മാർക്കറ്റ് നോക്കിയേ വേണ്ട, ഇത് ട്രാപ്പ് ചെക്കിംഗ് ആണ്. ഇത് ഈ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മാറും. അല്ല, റിസ്ക് എടുക്കണ്ട, റിസ്ക് ഞാൻ എടുക്കാൻ പറയൂല, റിസ്ക് എടുക്കേ വേണ്ട, ഒരിക്കലും റിസ്ക് എടുത്തൂടാ എല്ലാ കാര്യങ്ങളും. അതായത് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങൾ ഇതിലേക്ക് മെല്ലെ ചെയ്യാ, കാര്യങ്ങൾ മെല്ലെ എൻട്രി ആവാ, സാധനം വെച്ച് ഉപയോഗിക്കുക. സ്ട്രോങ് സെല്ല് വരുമ്പോൾ അവിടെ എൻട്രി ആവാം, അവിടെ എവിടെ എക്സിറ്റ് കാണുമ്പോൾ അവിടെ എക്സിറ്റ് ആവാം.
അത് നിങ്ങൾ ഇതിൽ തന്നെ പേപ്പർ ട്രേഡ് ചെയ്യാം. അതേപോലെ കാര്യങ്ങൾ എന്നാക്കുക, അത് കണ്ടിന്യൂസ് ഒരു 1 വീക്ക് ചെയ്യാം. മെല്ലനെ എന്നായിക്കൂടും റിയൽ അക്കൗണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നേരെ റിയൽ അക്കൗണ്ടിലേക്ക് ചാടേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ട്, എവിടെയും പോവില്ല. അപ്പൊ അങ്ങനത്തെ എല്ലാം കുറച്ച് കാര്യങ്ങൾ, അപ്പം ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളൊക്കെ എന്നാക്കുക കീപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞത്, സിമ്പിൾ ആണ്, മെത്തേഡൊക്കെ സിമ്പിൾ ആണ്. വലിയ ലോജിക്കും വലിയ മാത്സും കാര്യങ്ങളൊന്നും അല്ല. കുറച്ച് കാര്യങ്ങൾ മാർക്കറ്റിൽ എല്ലാം നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ലൈവായിട്ട് നമ്മളെ കൺമുന്നിൽ കാണുന്നുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യാം. അവിടെ എന്നാക്കുക കാര്യങ്ങൾ ചെയ്യാം. ലോജിക്ക് സിമ്പിൾ ആണ്. ഈ പറയുന്ന രൂപത്തിലൊന്ന് ബിനാൻസിൽ എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളത് കാണിച്ചു തരും. അതൊക്കെ ഞാൻ കാണിച്ചത്. ഇപ്പം നിങ്ങൾ ബിനാൻസിലേക്ക് പോകണ്ട. നമുക്ക് ഇത് ഇവിടെ റെഡി ആയിട്ട് മാത്രം ബിനാൻസ് പോയാൽ മതി. നഷ്ടങ്ങൾ ഉണ്ടാവില്ല. ഈ ടൂൾ എങ്ങനെ അവിടെ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതേ സിമ്പിൾ ആണ്. നമുക്ക് ബിനാൻസ് ഇവിടെ തന്നെ കണക്ട് ചെയ്യാം. ബിനാൻസ് ഇതിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഈ ബ്രോക്കർ തന്നെ കണക്ട് ചെയ്യാം, ട്രേഡിംഗ് തന്നെ കണക്ട് ചെയ്യാം. നമുക്ക് ബൈ ചെയ്യാന്നാണോ? യെസ്, ഞാൻ ഇപ്പം ചെയ്ത പോലെ തന്നെ ഇതൊക്കെ ഞാൻ ബിനാൻസ് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളൊന്നും തുറക്കണ്ട, ഇത് തുറക്കാം, ബിനാൻസ് കണക്ട് ചെയ്യാ, ഞാൻ ഇപ്പൊ എടുത്ത പോലെ തന്നെ എടുക്കാം. അവിടെ കഴിഞ്ഞു. വേണ്ട. MT5 ചെയ്യുന്ന പോലെ ഇതേപോലെ ഇവിടുന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇതാ ഇതേപോലെ ഡ്രാഗ് ചെയ്യാ, SL കാര്യങ്ങൾ കീപ്പ് ചെയ്യാ. ഇത് മാത്രം മതി. ഓക്കെ, അപ്പൊ പ്രമോദ് ഭായിക്ക് ചോദിക്കാട്ടെ കാര്യങ്ങൾ. പ്രമോദ് ഭായ് ലൈനിലുണ്ട്. പ്രമോദ് ഭായിക്ക് കാര്യങ്ങൾ മനസ്സിലായോ? ഏതാണ്? കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അതായത് ഞാൻ പറയാ 100% ഉപയോഗിക്കാതെ മനസ്സിലാവൂല. ഒരു ചെറിയ എക്സാമ്പിൾ പറയാ. നമ്മളൊരു ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ ബൈക്കിനെ കുറിച്ച് എന്താക്കണം, അത് ഓടിച്ചോടിച്ച് പഠിക്കാൻ പറ്റൂ. അപ്പൊ എന്താക്കാ, ഈ ടൂള് നിങ്ങൾ എന്ത് ചെയ്യാ, ഇന്ന് മുതൽ നാളെ മുതൽ ഡെയിലി ടൂള് വെച്ചുകൊണ്ട് ഓരോ ഡെമോ കാര്യങ്ങൾ എടുക്കുക. മാർക്കറ്റിൽ എൻട്രി വരുമ്പോൾ എന്താക്കുക, നിങ്ങളെ ചാർട്ട് ഏതാണ് കാര്യങ്ങളാണ് അത് നോക്കുക, കാര്യങ്ങൾ എടുക്കുക. എന്താണ് ഇവിടെ വരുന്ന കാര്യങ്ങൾ, അതേ അനുസരിച്ച് സെല്ല് വരുമ്പോൾ സ്ട്രോങ് സെല്ല് വരുമ്പോൾ അവിടെ എൻട്രി ആവാം. എവിടെ എക്സിറ്റ് ആവാം. എന്താണ് പ്രോഫിറ്റ് വരുന്നുണ്ടോ, കാര്യങ്ങൾ വരുന്നുണ്ടോ, അത് ഡെയിലി ഒന്ന് മോണിറ്റർ ചെയ്യണം നിങ്ങൾ. ഇപ്പൊ ഇവിടെ ട്രേഡ് റിസ്കി എലമെന്റിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത്, ഞാൻ ഒന്നുകൂടി പറയാ, ട്രെൻഡ് നിർബന്ധമായി ചെക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ, നേരത്തെ നമ്മൾ ട്രെൻഡ് നോക്കിയിട്ടാണ് നേരത്തെ ഡോഡ്ജിൽ ട്രേഡ് എടുത്തിട്ട് നമുക്ക് $697 പ്രോഫിറ്റ് കിട്ടിയത്. ട്രെൻഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ട്രെൻഡ് നോക്കിയിട്ടില്ല, ഞാൻ ഇവിടെ റിസ്ക് എടുത്തതാണ്. അപ്പൊ എന്താണ്, ഇപ്പൊ ലോസ് തന്നെയാണ് ഉള്ളത്. ട്രെൻഡ് നോക്കാത്തതുകൊണ്ട് ട്രേഡ് എടുത്താൽ ലോസിലേക്ക് പോകും. ട്രെൻഡ് നോക്കൽ നിർബന്ധമാണ്. ട്രെൻഡ് ഫോളോ അപ്പ് ചെയ്യാന്ന് പറയുന്നത് അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ആ രീതിയിൽ തന്നെ എന്താക്കണം, ഫോളോ ചെയ്യണം. ഏതാണ് ഇപ്പൊ ട്രെൻഡ്, ഇപ്പൊ സാറ് പറഞ്ഞ സാധനങ്ങളുണ്ട്, അക്യുമുലേഷൻ, ഇല്ല, ഇതൊക്കെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഒരു സ്ട്രോങ് സെല്ലാണെങ്കിൽ ഇത് ഫുള്ളി റെഡിലേക്ക് വരും. ഇത് ഫുൾ റെഡ് ആയിക്കാൻ, ഇത് റെഡും ഗ്രീനും വരുമ്പോ നിങ്ങൾ അങ്ങനെ മാത്രം എടുത്താൽ മതി. നിങ്ങൾ റെഡും ഗ്രീൻ ആകുന്ന സമയം നിങ്ങൾ എന്താക്കണ്ട, പാനിക് ആവേണ്ട സമയമില്ല. അത് നിങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ടോ, ഇപ്പൊ ഇവിടെ എന്താണ്, ഫുള്ളി ഗ്രീൻ ആണ് മാർക്കറ്റ്. എന്താണ്, സിമ്പിൾ ആണ്, നോ പ്രോബ്ലം. അതായത് നമ്മൾ അങ്ങനെ മനസ്സിലാവും. നമുക്ക് ഇവിടെ നമ്മൾ ഏത് ഏരിയയിലേക്കാണ് മാർക്കറ്റ് ഉള്ളത്. ഇപ്പൊ സ്ട്രോങ് സെല്ല് വന്ന് അവിടെ എൻട്രി എടുക്കാം. പക്ഷെ ഇത് നോക്കാം, ട്രെൻഡ് നോക്കാം, അതിൽ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അതേപോലെ റിസ്ക് സ്കോർ നോക്കാം. ഇവിടെ കാണിക്കും, ഇവിടെ ഫ്ലാഗിങ് സേഫ് ആണ്. ഫ്ലാഗിങ് സേഫ് എന്ന് പറഞ്ഞാൽ മേലിലേക്കാണ്, പമ്പിങ് ആണ്, സേഫ് ആണ്, അതായത് ബുള്ളിഷ് ആണ്. പക്ഷെ ഇവിടെ സെല്ലാണ് വന്നിട്ടുള്ളത്, ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതാണ് ഇവിടെ ആദ്യം നമുക്ക് ട്രാപ്പ് ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ബുൾ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഫസ്റ്റ് തന്നെ. ബിയർ ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഡേഞ്ചർ ആണ്. ട്രാപ്പിംഗ് അവിടെ നടക്കുന്നത്. ഇപ്പാണ് വാലിഡ് ആയത്. അതിപ്പം വാലിഡ് ആയത് നോക്കണ്ട നിങ്ങളിപ്പോ. നമുക്ക് ഇവിടെ എന്തല്ല, ട്രെൻഡ് അഗെയിൻസ്റ്റ് ആണ്, ഇത് ട്രാപ്പിംഗ് തന്നെയാണ്. ഇവിടം വരെ വന്നിട്ട് ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ലൈൻ പാസ് ചെയ്യണം.
ഇത് ഞാൻ പറഞ്ഞത് റിസ്ക്, ഇത് 50-50 ചാൻസ്. ഞാൻ റിസ്ക് എടുക്കുന്നതാണ്, റിസ്ക് എടുത്തു, എൻട്രി എടുത്തു. അപ്പൊ $490 പ്രോഫിറ്റിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്. ഇത് ഇവിടുന്ന് എപ്പോഴും ട്രെൻഡ് മാറാം. ഇത് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ട് എപ്പോഴും ട്രെൻഡ് എന്നാകാൻ മിറ്റ് ചെയ്യുക. അതായത് ഇതുവരെ ട്രെൻഡ് ബിയർ ട്രെൻഡിലേക്ക് ഇതുവരെ മാർക്കറ്റ് വന്നിട്ടില്ല. ഇവിടെ നമുക്ക് ആ ട്രെൻഡ് വരികയാണെങ്കിൽ, ഒരു ബിയർ ട്രെൻഡ് വരികയാണെങ്കിൽ നമുക്ക് എന്താക്കാം, ട്രെൻഡ് സേഫ് ആണ്, എൻട്രി എടുക്കാം. അപ്പൊ നമുക്ക് 1 hour നോക്കുന്ന സമയം എന്താണ്, ബുൾ തന്നെയാണ്. ഇതിനകത്ത് ഇപ്പൊ കാണിച്ചിരിക്കുന്ന 15 minutes അല്ലേ? 15 minute ആണ് ഇത്. അത് നമുക്ക് 1 hour ആക്കണ എന്ത് ചെയ്യണം? ഇതൊന്നുമില്ല, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ടൈമിന്റെ അതിൽ ക്ലിക്ക് ചെയ്താ ഇവിടെ കാണും, 1 hour കാണും. അതൊന്ന് സ്റ്റാർ ഇട്ട് വെച്ചാൽ മതി, അവിടെ വരും, മേലേക്ക് വരും. 1 hour ആയി. ഇത് 1 hour ആയി. 1 hour പറയുന്നത് 4 hour ചെക്ക് ചെയ്യാം. 4 hour എന്താണ്, ബൈ തന്നെയാണ്, സ്ട്രോങ് ബൈ തന്നെയാണ്. 4 hour എന്ന് പറയുന്നു 12 hour ചെക്ക് ചെയ്യാൻ. അതായത് ഒരു ദിവസം മൊത്തം ക്യാൻഡിൽ ചെക്ക് ചെയ്യാം. എല്ലാത്തിലും അത് തന്നെയാണ് നടക്കുന്നത്. അതായത് അതിൽ കാണിക്കും ഏതാണ് ചെക്ക് ചെയ്യേണ്ടത്, എവിടെ ചെക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോവാ. അത് ട്രെൻഡ് മനസ്സിലാക്കാൻ ഈസിയാണ്, വളരെ വളരെ ഈസിയാണ്. നമുക്ക് എവിടെയാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത്രയും ഒരു 1 minute കൊണ്ട് ഒരു ചാർട്ടിന്റെ ട്രെൻഡ് മനസ്സിലാക്കാന്ന് പറയുന്നത് വളരെ വളരെ വലിയ കാര്യമാണ്. അപ്പൊ ഇത്രയും ഫ്യൂ സെക്കൻഡ് കൊണ്ടാണ് ട്രെൻഡ് മനസ്സിലാക്കിയത്, എങ്ങോട്ടേക്കാണ് മാർക്കറ്റ് എന്നുള്ളത്. ധൈര്യമായി എൻട്രി എടുത്തൂടെ? ധൈര്യമായി എൻട്രി എടുക്കാം. പക്ഷെ ഇവിടെ നമുക്ക് കാണില്ല, ഇത് റിസ്ക് ആണ്. ഇത് എങ്ങനെ പോയാലും സപ്പോർട്ടിങ് ഏരിയയിലേക്ക് മാത്രമേ വരൂ. ഇപ്പോഴും ട്രെൻഡ് എന്നല്ല, കോൺഫ്ലിക്റ്റ് അല്ല. 15ാമത്തെ മിനിറ്റിൽ ട്രെൻഡ് ബിയർ ട്രെൻഡ് വരാതെ ഇതിലൊന്നാവൂല, അലൈൻ ആവൂല. ഓക്കെ. അപ്പൊ എന്തായാലും അതായത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ നമുക്ക് പറഞ്ഞ ഡൗട്ട് വന്നൂടാ, കൺഫ്യൂഷൻ വന്നൂടാ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യാം. രണ്ടാൾക്കാരും നിങ്ങൾ നാളെ മുതൽ തന്നെ നിങ്ങളൊരു ടൈം, ഫ്രീ ടൈം കീപ്പ് ചെയ്യാം. ഏത് ടൈമിലാണ് വർക്കൊക്കെ കഴിഞ്ഞു എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഫ്രീ ടൈം കീപ്പ് ചെയ്യുക. ആ ടൈമിൽ മാർക്കറ്റിൽ ഇരിക്കുക. ഇതേപോലെ ഞാനിപ്പോ പറഞ്ഞ ഈ റെക്കോർഡ് ഞാൻ അയച്ചത് ഇതേപോലെ ഫോളോ അപ്പ് ചെയ്യുക. ഇതേപോലെ ചെയ്യുക. മാർക്കറ്റിൽ വരുന്നു, സ്ട്രോങ് ബൈ വരുന്നു, ഓക്കെ, ട്രെൻഡ് നോക്കാം, ഏതാ മിനിറ്റിൽ നോക്കണം, ട്രെൻഡ് നോക്കാം, കാര്യങ്ങൾ നോക്കാം, അവിടെ ഒരു എൻട്രി എടുക്കാം, ഡെമോല് വാച്ച് ചെയ്യാം, എവിടുന്ന് എക്സിറ്റ് ആവണം. ഇപ്പൊ ഇവിടുന്ന് എടുത്തത് ഇതേപോലെ എക്സിറ്റ് വരുന്ന സമയം അവിടുന്ന് എക്സിറ്റ് ആവാം. ഇവിടുന്ന് എടുത്ത എൻട്രി ഇവിടെ എക്സിറ്റ് ആവാൻ പറഞ്ഞാൽ എക്സിറ്റ് ആവാം. അപ്പൊ അതേപോലെ നമുക്ക് നേരത്തെ ഡോഡ്ജിൽ ഒരു എൻട്രി എടുത്തില്ല, നമ്മൾ ഇവിടുന്നാണ് ഡോഡ്ജിൽ എൻട്രി എടുത്തത്, ഓർമ്മയുണ്ടാ? നമ്മള് ഡോഡ്ജിൽ മാർക്കറ്റിൽ ഇപ്പോൾ പ്രോഫിറ്റ് എടുത്തില്ലല്ലോ. അതായത് 1 minute എടുത്തത്. നമ്മൾ 1 minute എൻട്രി എടുത്തത്. 1 minute ഡോഡ്ജിൽ എൻട്രി എടുത്തത്. ഈ ഒരു പോയിന്റാണ് എൻട്രി എടുത്തത്. റോക്കറ്റ് 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 എന്ന് പറഞ്ഞതാ ഇവിടുന്ന് എക്സിറ്റ് ആവാൻ പറഞ്ഞു. ഇവിടുന്ന് മാർക്കറ്റ് എക്സിറ്റ് ആവണം. ഓക്കെ, അടുത്തൊരു സ്ട്രോങ് ബൈ വന്നു. അല്ലെ മാർക്കറ്റ് ട്രെൻഡ് നോക്കാം. അതായത് 50 minute എന്താണ് നോക്കാം. 15 minute എന്താണ് മാർക്കറ്റ്, യെസ് ബൈ തന്നെയാണ്, അവിടെ എൻട്രി എടുക്കാം. ഓക്കെ, റിസ്കിൻ റൈസ് ആണ്, അതായത് പമ്പിങ് റിസ്കി ആണെന്നാണ് കാണിക്കുന്നത്. കുഴപ്പമില്ല, ബാക്കിയൊക്കെ അലൈൻഡ് ആണ്. ഇവിടെ എന്താക്കാം, ഒരു ബൈ എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു ബൈ എൻട്രി നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഒരു ബൈ എൻട്രി പ്ലേസ് ചെയ്യാം. എസ് എൽ ഇവിടെ കീപ്പ് ചെയ്യാം. എത്ര എസ് എൽ കീപ്പ് ചെയ്തോളൂ, അവിടെ പോകുന്നെങ്കിൽ അവിടെ നിർത്തണം. അതൊക്കെ ഓൾറെഡി എൻട്രി ഇവിടെ കഴിഞ്ഞ സ്റ്റാർട്ട് ചെയ്താണ്. എസ് എൽ അവിടെ ടാർഗറ്റ് കീപ്പ് ചെയ്യണ്ട. ടാർഗറ്റ് 1 minute ആണ്. ഈ രീതി തന്നെയാണ് കാര്യങ്ങൾ. ഇത്രയും സിമ്പിൾ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ എന്താകേണ്ടത്, ചെയ്യേണ്ടത്. ട്രെൻഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ട്രെൻഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ട്രെൻഡ് സേഫ് ആണ്, ട്രെൻഡ് സേഫ് സോൺ ആണ്. 3 മാർക്കറ്റും ട്രെൻഡ് സേഫ് ആണ്, ബുൾ തന്നെയാണ്. ഇതുവരെ ബിയറിഷ് വന്നിട്ടില്ല. ധൈര്യമായിട്ട് എൻട്രി എടുക്കുക. നമ്മൾ രണ്ടാമത്തെ എൻട്രി എടുക്കുന്നത് ഡോഡ്ജിൽ, രണ്ടാമത്തെ എൻട്രിയാണ് എടുക്കുന്നത്. ഈ എൻട്രി എടുത്തു, ഒരു $690. ഇവിടുന്ന് എൻട്രി എടുക്കാൻ പറഞ്ഞു, ഇവിടുന്ന് എൻട്രി എടുത്തു, ഇവിടുന്ന് എക്സിറ്റ് ആകാൻ പറഞ്ഞു. ഏകദേശം $690 ഇവിടുന്ന് പ്രോഫിറ്റ് കിട്ടി. അടുത്ത എൻട്രി വന്നു, ബൈ സ്ട്രോങ്. വേഗം നോക്കാം, പെട്ടെന്ന് നോക്കാം, അലൈൻ്റെ ആണ് കാര്യങ്ങൾ. ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. എക്സിറ്റ് ആവാന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷമാണ് അത് കാണിക്കൽ എന്നുള്ളതാണ്. ഫസ്റ്റ് ഒരു എക്സിറ്റ്,
ഇതെവിടെ വരൂല. ഫസ്റ്റ് എക്സിറ്റ് 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 എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ തന്നെ വരും. ഈ ക്യാൻഡിൽ കഴിഞ്ഞ് ഈ ക്യാൻഡിൽ എക്സിറ്റ് വരും ഇവിടെ. അവിടെ അപ്പൊ തന്നെ ഇറങ്ങിക്കോളാം. നമുക്ക് അവിടെ തന്നെ അവിടെ ഇറങ്ങിക്കോളാം. അവിടെ എക്സിറ്റ് ആയിക്കോളാം. പിന്നെ അവിടെ ഓക്കെ. ഒരു ഹോൾഡിങ് വേണ്ട, അവിടെ എക്സിറ്റ് ആവണം. ഇപ്പൊ പ്ലേസ് ചെയ്ത ആ TP വരെ അത് പോകാൻ സാധ്യത ഉണ്ടോ? ഇല്ല ഇല്ല, ഇവിടെ എക്സിറ്റ് വന്നു, എക്സിറ്റ് ആയിക്കോളാം. അവിടെ ഇപ്പൊ എക്സിറ്റ് വന്നിന്, എക്സിറ്റ് ആയിക്കോളാം. അവിടെ എക്സിറ്റ് കണ്ടിന്യൂ എക്സിറ്റ് ആയിക്കോളാം. അവിടെ ഇപ്പൊ എക്സിറ്റ് വരും. പ്രോഫിറ്റ് ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ല, അവിടെ എക്സിറ്റ് ആയിക്കോളാം. $30 കിട്ടിയിട്ടു. അവിടെ ഇപ്പൊ സഡൻലി എക്സിറ്റ് കണ്ടു, അതിപ്പോ വരും. മാർക്കറ്റ് റിസ്കിയാണ്, പമ്പിങ് റിസ്കിയാണ്. കണ്ട, റൈസിങ് റിസ്ക് ആണ്, മേലിലേക്ക് പോകുന്നത് റിസ്ക് ആണെന്ന് ഇവിടെ വന്നു. എക്സിറ്റ് ആയിക്കോളാം. ഇപ്പൊ ഇവിടെ എക്സിറ്റ് കണ്ടില്ല, ലൈവായിട്ട് എക്സിറ്റ് കണ്ടില്ല, ഇപ്പം വരും. ഞാനിപ്പോ ഒന്നുകൂടി ഒരു എൻട്രി എടുക്കാൻ നോക്കാം, ഒരു ബൈ എൻട്രി കൂടി എടുക്കുക വെച്ചാൽ എക്സിറ്റ് വരും. 1 മിനിറ്റ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് മൂവ്മെന്റ്. 1 മിനിറ്റിൽ ആയതുകൊണ്ടാണ് കേട്ടോ ആ ഒരു പെട്ടെന്നുള്ള ഫ്ലിക്വേഷൻ കാണുന്നത്. നമുക്കിപ്പോ ഇവിടെ ഇവിടെ എന്തായി നോക്കാം. നേരത്തെ ഇവിടെ മാർക്കറ്റ് എന്തായി നോക്കാം. 5 മിനിറ്റ് നമ്മൾ ഗോൾഡിൽ എടുത്തിട്ടുണ്ടായിരുന്നോ. ഗോൾഡിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് മാർക്കറ്റ്. പക്ഷെ ഇതിപ്പോഴും റിസ്ക്, ഡേഞ്ചറായി. സേഫ്റ്റി ഗാർഡ് ഡേഞ്ചറായി. ഈ സമയത്തൊക്കെ ഈ പ്രോഫിറ്റ് കൊണ്ടിടുന്ന ഇറങ്ങാം. സേഫ്റ്റി ഗാർഡ് ഡേഞ്ചറായി, സെക്യൂർഡായി, ഡേഞ്ചർ. കോൺഫ്ലിക്റ്റ് ആണ്, ബിയറിഷിലൊക്കെ എല്ലാം കോൺഫ്ലിക്റ്റ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോഴും നമുക്ക് 50 മിനിറ്റ് നോക്കാം. 50 മിനിറ്റിൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല, നമുക്ക് ട്രെൻഡിലേക്ക് വന്നിട്ടില്ല മാർക്കറ്റ്. ബിയറിഷത്തല്ല, ബുള്ളിഷ് തന്നെയാണ് ഇപ്പോൾ 50 മിനിറ്റ് ഉള്ളത്. ഓക്കെ അല്ലേ? സെൽ എൻട്രി ആണ്. ഈ സെൽ എൻട്രിയില് ഇതിൽ അനലൈസ് ചെയ്യണത് നമ്മള് സെല്ലിനാണ് ഇട്ടിരിക്കുന്ന സോഫ്റ്റ്വെയറിന് കാണാൻ കഴിയുമോ? ഏതാണ്? കാരണം ഇതിപ്പോ സ്ട്രോങ് ആയിട്ട് സെല്ലിലേക്ക് പോവാണെന്നുള്ളതാണോ ഇപ്പൊ ഡേഞ്ചർ എന്നുള്ളത് കാണിക്കുന്നതിന്റെ അർത്ഥം? നിങ്ങളിപ്പോ സ്ട്രോങ് പറഞ്ഞില്ലേ, ഇതിപ്പോ സ്ട്രോങ് ആയിട്ട് സെല്ലിലേക്ക് ഇത് ഈ മാർക്കറ്റ് ഞാൻ റിസ്ക് എടുത്ത മാർക്കറ്റാണ്, എൻട്രി ആണ്. ഈ എൻട്രി 50-50 ആണ്. അതായത് ഇവിടെ എന്നല്ല, ഈ ട്രെൻഡ് ഓക്കെ അല്ല. 5 മിനിറ്റിലും 50 മിനിറ്റിലും വ്യത്യാസമുണ്ട് ട്രെൻഡ്. ഒരാൾ പറയാണ് താഴേക്ക് പോയിക്കോ, ഒരാൾ പറയുന്നത് മേലേക്ക് പോയിക്കോളുന്നു. 50-50 ആണ്. നമുക്ക് ഇവിടെ ഞാൻ ഡോഡ്ജ് പറഞ്ഞു. ഡോഡ്ജിൽ എന്താണ്, ഇവിടെ രണ്ടാളും പറയാണ് മേലേക്ക് പോയിക്കോന്ന്. എന്നാ കുഴപ്പമില്ല. 1 മിനിറ്റില് പറയാണ് മേലേക്ക് പോയിക്കോ, പമ്പിങ് ചെയ്തോ, കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ട്രെൻഡ് കറക്റ്റ് ആണ്, അലൈൻഡ് ആണ്. ഇവിടെ കണ്ടോ, ട്രെൻഡ് അലൈൻഡ് ആണ്. പക്ഷെ റൈസിങ് റിസ്ക് ആണ്. ഇവിടെ മേലേക്ക് പോകുന്ന റിസ്ക് ആണ്. ഈ രണ്ട് ബോക്സിലുള്ള ഒന്നും കൂടി ശരിയായിരിക്കും. അതാണ് അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് ഏതാ, ഞാൻ റെക്കോർഡ് ചെയ്യാൻ അയച്ചത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ഇതാക്കുക. അതായത് ആദ്യം ട്രെൻഡ് എപ്പോഴും മനസ്സിലാക്കുക. ഇത് നിങ്ങൾ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ ഈ സ്ട്രോങ് ബൈയും കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യാം. എന്തായാലും ഈ ബോക്സിൽ എന്താണ് വരുന്നത് ഇത് നോക്കാം. അതെ, ബോക്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ സിമ്പിൾ ആയിട്ട്, അതായത് നിങ്ങളിപ്പോ ഇവിടെ ഒരു സ്ട്രോങ് 5 മിനിറ്റിൽ സ്ട്രോങ് ബൈ വരുമ്പോൾ നിങ്ങൾ എൻട്രി എടുക്കാം, എന്നിട്ട് എക്സിറ്റ് ആവും. അതായത് ബോക്സ് എന്താന്ന് നോക്കാം, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബൈയേഴ്സ് ഇവിടെ കയറി എക്സിറ്റ് ആയി. ഇൻസ്റ്റിറ്റ്യൂട്ടൽ ഇവിടെ കണ്ടോ, ഔറ ആക്ഷൻ, ഇവിടെ റീറ്റെയിൽ ട്രേഡേഴ്സ് ഒക്കെ മാറി INST കണ്ടാ, ഇൻസ്റ്റിറ്റ്യൂട്ടൽ ട്രേഡേഴ്സ് അവിടുന്ന് എക്സിറ്റ് ആയി. സഡൻലി എക്സിറ്റ് ആയിക്കോളാം. അവിടെ ട്രേഡർ ഉണ്ടെങ്കിൽ സഡൻലി അവിടുന്ന് എക്സിറ്റ് ആയിക്കോളാം. ഇൻസ്റ്റിറ്റ്യൂട്ടൽ ട്രേഡേഴ്സ് ആണ് എക്സിറ്റ് ആയിട്ടുള്ളത്, നോർമൽ അല്ല. ഇൻസ്റ്റിറ്റ്യൂട്ടൽ ട്രേഡേഴ്സ് അവിടെ എക്സിറ്റ് വന്നു. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ട്രേഡേഴ്സ്, അതായത് ഈ പമ്പ് ചെയ്യിച്ച ആൾക്കാർ ഇവിടെ എക്സിറ്റ് ആയിട്ടുള്ളതാ. സഡൻലി ക്വിക്ക് എക്സിറ്റ് അവിടെ നിന്ന് നടത്തിക്കോളാം. പിന്നെ അവിടെ ഇനി എന്ത് ലോസിലാണെങ്കിൽ ലോസിൽ ഇല്ല, ലോസ് കൊണ്ട് പോയി അവിടെ നിന്ന് തടിയൂരിക്കോളാം. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾ എന്താക്കാം, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം. ഞാൻ ഇപ്പൊ ഇവിടെ എന്തായാലും ഇത് എക്സിറ്റ് ആവും. നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് എന്താക്കാം, അത് വിലയിരുത്താം. എന്താക്കാം, ഡൗട്ടും കാര്യങ്ങൾ ചോദിക്കാം, ക്ലാരിറ്റി വരുത്താം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തിരിയും. ചെയ്തേ തിരിയും, അല്ലാണ്ട് തിരിയൂലത്. ഞാൻ പറഞ്ഞതുപോലെ സിമ്പിൾ ആയിട്ട് മെത്തേഡാണ്. നിങ്ങൾ എന്താക്കാം, ബൈയും ഇതും വരുമ്പോൾ എന്താക്കാം, സ്ട്രോങ് ബൈ വരുമ്പോൾ എൻട്രി ആവാം, സെല്ല് എക്സിറ്റ് ആകുമ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് ആവാം. എന്നിട്ട് അന്നേരം എന്താണ് ബോക്സിൽ വരുന്നത് നോക്കാം. അന്നേരം തന്നെ നിങ്ങൾക്ക് അതിന് ഐഡിയ കിട്ടും, അത് സക്സസ് ആയിട്ടുണ്ട്. ഇത്രയെല്ലാം കാര്യങ്ങൾ ഓക്കെ ആകുമ്പോൾ സക്സസ് ആയിട്ടുണ്ട്. എന്തുകൊണ്ട് ലോസ് വന്നു നോക്കാം. അന്നേരം നോക്കാം എന്തുകൊണ്ടാണ്, എന്താ കാര്യം വരുമ്പോഴാണ് ലോസിലേക്ക് പോകുന്നത്.
സിമ്പിൾ അല്ലേ? ഓക്കെ ഓക്കെ, അത് ആ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാം. പ്രമോദ് ഭായി, രണ്ടാൾക്കാർ ആ രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യാം. ഒന്ന് അപ്ഡേഷൻ അറിയിക്കാം തന്നെ. അറിയിക്കാം. ഓക്കെ, ഫൈൻ 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 ഫൈൻ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അധികം ലെങ്ത് വന്നാൽ നമുക്ക് റെക്കോർഡ് തരാൻ പറ്റൂല. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. താങ്ക് യു. താങ്ക് യു. ഓക്കെ താങ്ക് യു.